കഴുത ആത്മകഥ എഴുതുകയാണ്. നമ്മുടെ കഴുത ആത്മകഥ എഴുതുകയാണ്. ഇതുവരെ ഒരു കഴുതയും ആത്മകഥ എഴുതിയ ചരിത്രമില്ല. ഈ യാഥാർത്ഥ്യത്തെ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം കഴുത ആത്മകഥ എഴുതുകയാണ്. കാലം മാറി, കഥ മാറി, കഥയെഴുത്തും കവിതയെഴുത്തും മാറും. കഴുതക്കഥകളും മാറി മറിയും. എല്ലാ ജന്തുക്കളും മനുഷ്യരെ അനുകരിക്കുകയാണ്. കുതിര ചോദിച്ചു, കഴുതേ, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആത്മകഥ എഴുതുകയാണ്, നിസ്സങ്കോചം കഴുത പറഞ്ഞു. ആത്മകഥയോ? കുതിരയ്ക്ക് ആകാംക്ഷ. നിനക്ക് എഴുതാൻ അറിയാമോ? നിനക്ക് സ്വന്തമായി കഥയുണ്ടോ? നീ വിഴുപ്പ് ചുമന്ന കഥയാണോ എഴുതുന്നത്? കഴുത മെല്ലെ മുരടനക്കി. ഞാൻ ഈയിടെ ചില കാർട്ടൂണുകൾ കാണുകയും ചില ഈസോപ്പ് കഥകൾ മനുഷ്യരിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. എന്തെല്ലാം വിഡ്ഢിതരങ്ങളാണ് മനുഷ്യർ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത്. കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകൾ അല്ലേ അതെല്ലാം. നോക്കൂ, എത്രയെത്ര ഇല്ലാ കഥകൾ. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില കള്ളക്കഥകളുടെ പേര് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. കഴുതയുടെ നിഴൽ, സ്വയം യജമാനനായ കഴുത, കഴുതയുടെ കണ്ഠശുദ്ധി, കോഴിയും കഴുതയും സിംഹവും, കഴുതപ്പുറത്തെ വിഗ്രഹം, സിംഹത്തോലണിഞ്ഞ കഴുത, കഴുതയും യജമാനന്മാരും, മുള്ളു തിന്നുന്ന കഴുത, കഴുതയെ ചുമന്ന അച്ഛനും മകനും, കഴുതയെ ചുമന്ന കുതിര. ആരുമായിട്ടാണ് കൂട്ടുകെട്ട്? ഇങ്ങനെ 100 കഥകൾ. ഞാൻ കേട്ട കഥകളിൽ ഒന്നൊഴികെ എല്ലാം ഞങ്ങളെ അവഹേളിക്കുന്നതാണ്. വംശാധിക്ഷേപം എത്ര നാൾ സഹിക്കും? സൂര്യന്റെ മൊത്തം ചൂടും ഞങ്ങൾ ആവാഹിച്ചാണ് മരുഭൂമിയിൽ മനുഷ്യനെ തണലൊരുക്കുന്നത്. മരുഭൂമിയിൽ ഞങ്ങളുടെ നിഴൽത്തണലിൽ അഭയം തേടി ആശ്വാസം കൊള്ളുന്ന മനുഷ്യരല്ലേ ഞങ്ങളെക്കൊണ്ട് പണിയെടുപ്പിച്ച് ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത്? ഞങ്ങളെക്കൊണ്ട് പണിയെടുപ്പിച്ച് എല്ലൊടിക്കും, നടുവൊടിക്കും, ചത്താൽ തോലുരിച്ച് ചെരുപ്പുണ്ടാക്കും. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തോന്നൽ, ധൈര്യം. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന പഴഞ്ചൊല്ല് മനുഷ്യൻ ഓർക്കുന്നത് നന്ന്. അതുകൊണ്ട് ആത്മകഥാരചന തുടരുകയാണ്. നിങ്ങൾക്കും വായിക്കാം. ഞങ്ങളുടെ ശരിയായ കഥ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ